Leute, guten Tag, ich heiße Ginga. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേറ്റീവ് സൈറ്റ്സ് ആണ്. നമ്മൾ ഡാറ്റീവ് കേസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റീവിലത്തെ ബെസ്റ്റിംപ്റ്റർ ആർട്ടിക്കിൾസ് എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും. അതായത് മസ്കുലിൻ ഡേം, ഫെമിനിൻ ഡെയർ, നോയിട്രൽ ഡേം, നമ്മുടെ പ്ലൂറലിൽ വരുന്നത് ഡേൻ പ്ലസ് എൻ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദർ മാൻ ഈസ് മൈ നാഹ്ബാർ അതായത് ആ മാൻ എൻ്റെ നൈബർ ആണ്, ഞാൻ ആൾക്കൊരു ബുക്ക് പ്രസന്റ് ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കിയിട്ടാണ് ഏതാ ജെൻഡർ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഏതാ ദർ മാൻ ഇസ് മൈ നാഹ്ബാൻ, ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഇതിലത്തെ ബെസ്റ്റ് വോട്ട് എന്ന് പറയുന്നത് ദർമാന്റെ ജെൻഡർ എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്. അപ്പൊ മസ്കുലിനത്തെ ബെസ്റ്റിംപ്റ്റർ ആർട്ടിക്കിൾസ് ഏതാ ദെം ആണ്. അപ്പോൾ ഈ ഷെങ്കെ ഈം ഐൻ ബുഹ് ഇത് നമുക്ക് ഡാറ്റീവ് കേസ് ആണ്. അതായത് ആരാണ് പ്രസന്റ് ചെയ്യണേ? ഞാൻ എന്ന് പറയുന്നതാണ് ഇവിടെ നോമിനാറ്റീവ്. ഞാൻ എന്താണ് കൊടുക്കുന്നത്? ഐൻ ബുഹ്, അതാണ് അവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അക്യൂസാറ്റീവ്. ഞാൻ ആർക്കാണ് കൊടുക്കുന്നത്? ഈം, അവന്, അതാണ് അവിടുത്തെ ഡാറ്റീവ്. അപ്പൊ നമ്മൾ ഇത് റിലേറ്റീവ് സൈറ്റ്സ് ആയിട്ട് എഴുതുമ്പോൾ ദർമാൻ ഇതാണ് നമ്മുടെ ബെസുക്സ് വോട്ട്, ആൾക്കാണ് നമ്മൾ കൊടുക്കുന്നതാണല്ലോ പറയണത്. അപ്പൊ ദർമാൻ, അത് കഴിഞ്ഞിട്ട് ഇതിനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ഈം. അപ്പൊ ഈംന്ന് നമ്മൾ നോക്കുമ്പോൾ അതായത് ദർമാൻ എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്, അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദേം ആണ്. അപ്പൊ ദർമാൻ ദേം ഈ ഐൻ ബുക്ക് ഷെങ്കെ, നമ്മുടെ വെർബ് എവിടെ പോവും? എൻ്റെ, അതായത് റിലേറ്റീവ് ക്ലോസ് ഏതാണോ അതിന്റെ എൻഡിങ്ങിൽ പോവും. ഇസ് മൈ നാഹ്ബാൻ, ഇങ്ങനെയാണ് നമ്മുടെ റിലേറ്റീവ് സൈറ്റ്സ് വരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ദസ് ഇസ് മൈൻ എ കൊളീഗിൻ ഇയർ ഗെഹ്യോർ ടൈം ടോയറസ് ഔട്ടോ, അത് എൻ്റെ കൊളീഗിനാണ്, ഷീ ഓൺസ് എൻ എക്സ്പെൻസീവ് കാർ എന്നാണ് ഇതിൽ പറയണത്. അപ്പൊ ഇതിലത്തെ ബെസിക്സ് വോട്ട് ചെയ്താ ആർക്കാണ് എക്സ്പെൻസീവ് കാർ ഉള്ളത്? മൈനെ കൊളീഗിൻ, ഇതാണ് ഇവിടുത്തെ ബെസിക്സ് വോട്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ? ഫെമിനിൻ ആണ്. മൈനെ കൊളീഗിൻ എന്ന് പറയുന്നത് ഫെമിനിൻ ആണ്, ഡാറ്റീവ് കേസ് ആണ്. അതായത് ഇയർ ഗെഹ്യോർ ടൈം ടോയറസ് ഔട്ടോ, ഗെഹ്യോർ എന്ന് പറയുന്നത് ഡാറ്റീവ് വെർബാണ്. അപ്പോൾ ഫെമിനിനും ആണ് ഡാറ്റീവും ആണ്. അപ്പൊ എന്ത് വരും? ദർ വരും. അപ്പൊ ദസ് ഈസ് മൈൻ എ കൊളീഗിൻ കോമ ഈ ഇയറിനെയാണ് നമ്മളിവിടെ റിലേറ്റ് ചെയ്യണത്. അപ്പൊ എന്ത് വരും? ദർ വരും. ദർ ഐൻ ടോയറസ് ഔട്ടോ ഗെഹ്യോർ, നമ്മുടെ വെർബ് ലാസ്റ്റ് പോകും. അപ്പോൾ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് എസ് ഗിബ് ഫീലെ മെൻഷൻ വി ആർ സൊല്ലൻ ഈൻ ആൻഡ് ഹെൽഫൻ, അതായത് ദർ ആർ സോ മെനി പീപ്പിൾ വി ഷുഡ് ഹെൽപ്പ് ദം. അപ്പോൾ ഇവിടെ നോക്കുക, ഫീലെ മെൻഷൻ അത് പ്ലൂറൽ ആയിട്ടാണ് ഇവിടെ വന്നിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലൂറലിൽ എന്താ? ദെൻ പ്ലസ് എൻ. നമ്മുടെ റിലേറ്റീവ് സൈറ്റ്സ് എഴുതുമ്പോൾ ആകെ നമ്മുടെ ഡേറ്റീവില് പ്ലൂറലിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതായത് ദേനനാവും, ദെൻ പ്ലസ് എൻ എന്നുള്ളത് ദേനനാവും. അപ്പോൾ എസ് ഗിബ് ഫീലെ മെൻഷൻ ഇതാണ് ഇവിടുത്തെ ബെസുക്സ് വോട്ട് കോമ ഈ ഈനനാണ് നമ്മളിവിടെ റിലേറ്റ് ചെയ്യേണ്ടത്. ഈനന് പകരം എന്ത് വരും? അതായത് ഡാറ്റീവും ആണ്, പ്ലൂറൽ ആണ്. അപ്പൊ നമ്മൾ ദെൻ പ്ലസ് എന്നിന് പകരമുള്ള ദേനൻ യൂസ് ചെയ്യും. വിയർ, ഹെൽഫൻ, സൊല്ലൻ, നമ്മുടെ വേർബ്സ് ഒക്കെ എന്താവും? എൻ്റെയിൽ പോവും. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പ്രൊപ്പോസിഷൻ വെച്ചിട്ടുള്ളതാണ് നോക്കണേ. Die Leute sind meine Nachbarn, du hast mit den Leuten gesprochen. അപ്പോൾ ഇവിടെ നോക്ക്, die Leute sind meine Nachbarn, die Leute ഇവിടെയും പ്ലൂറൽ ആണ് വന്നിരിക്കുന്നത്. Du hast mit den Leuten gesprochen. ഈ മിറ്റ് എന്ന് പറയുന്നത് എന്താ? പ്രിപ്പോസിഷൻ ആണ്. എന്തിന്റെ പ്രിപ്പോസിഷൻ? ഡാറ്റീവിന്റെ. അപ്പൊ die Leute എന്ന് പറയുന്നതാണ് ബെസുക്സ് വോട്ട്. ബെസുക്സ് വോട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് എഴുതണം? നമ്മൾ റിലേറ്റീവ് പ്രൊനോമൻ എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലെന്താ? പ്രിപ്പോസിഷൻ വന്ന കാരണം ആദ്യം പ്രിപ്പോസിഷൻ എഴുതണം. പിന്നെ ഇവിടെ എന്താ? പ്ലൂറൽ ആണ്, ഡാറ്റീവ് ആണ്. അപ്പോൾ ദേനൻ, ദു ഗെസ്പ്രോഹൻ, ഹാസ്, നമ്മുടെ വേർബ്സ് അമ്മന്റെ. പിന്നെ എന്താ നമുക്ക് ബാക്കിയുള്ളേ? സിൻറ്റ് മൈനെ നാഹ്ബാൻ. അപ്പൊ നിങ്ങൾക്ക് റിലേറ്റീവ് സൈറ്റ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ.